ഹലോ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനുവിലെ 17ാമത്തെ സീരീസാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു മുട്ട തീയലാണ്. ഇത് വറുത്തരച്ച മസാല ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തീയലാണ്. പിന്നെ ഞാനൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി, അത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ മെനുവിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. റെസിപ്പീസൊക്കെ വളരെ എളുപ്പമാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തീയലുണ്ടാക്കി തുടങ്ങാം. അതിന് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയിട്ട് ചേർക്കും. ഈ തേങ്ങ നന്നായിട്ട് ചോക്കുന്ന വരെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മുളക് പൊടി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അളവ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ മസാലയുടെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പിട്ട് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി തീയലിൻ്റെ ബാക്കി പണികൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പില ചേർക്കുക. പിന്നെ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഉള്ളിയുടെ കളറ് മാറുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കുറച്ച് പുളിയുള്ള തക്കാളി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തക്കാളീനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുറച്ചും കൂടി വെള്ളം പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തിരുന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തീയലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ചേർക്കാം. മുട്ട ചേർത്തിട്ട് അതും ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് അതിലൊന്ന് കിടന്ന് തിളക്കട്ടെ. അപ്പോൾ മുട്ട നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിയിൽ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം. അടുത്ത മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് പൊട്ടിട്ടുണ്ട്. ജീരകം നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ അതിലേക്ക് സവാളയും കരിവേപ്പിലയും കൂടി ചേർക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഈ സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർക്കുകയാണ്. നീളത്തിൽ ചീന്തിയതാണ് പച്ചമുളക്.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം. അതിപ്പോൾ ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലേക്ക് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും മുക്കാൽ ഭാഗം വേകുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഴുവനായിട്ട് വേകുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ മെഴുക്ക് വരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.